ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാട്ടെ. ഇനി ടൈം റിവ്യൂവൽ പ്രഭാത കൂട്ടായ്മയുടെ 250-ാം ദിവസം ഇന്ന് ആയിരിക്കുവാണല്ലോ. നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. ഇന്ന് ഞങ്ങൾ എല്ലാവരും കൂടെ ഫാമിലി ആയിട്ടാണ് ഇന്ന് ഞങ്ങൾ പ്രോഗ്രാം ചെയ്തത്. ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കണം, ഒരു വാക്ക് പ്രാർത്ഥിക്കണം. കർത്താവെ വിളിപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ കർത്താവെ കാത്ത് ഈ 250 ദിവസം കർത്താവെ സന്ധം കൂടെ ഏൽപ്പിച്ചിരിക്കുന്നു. പ്രാർത്ഥിക്കത്താവെ അത് അവസരം വരെ തിരുസന്ധം കൂടെ ഏൽപ്പിച്ചിരിക്കുക. സ്തോത്രം തന്നെ അമ്മ. നമുക്ക് പ്രാർത്ഥനയുടെ ആയിരിക്കാം. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും. യേശുനാഥെന്ന ഗണം ഞങ്ങളിവിടെ ആരംഭിക്കുന്നു. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എന്റെ യേശുനാഥാ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുക. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുക. സ്തോത്രം. അടുത്തതായി ഒരു മാപ്പിളകൾ നമുക്ക് കേൾക്കാം. വന്നോളും സഹോദരൻ, നിങ്ങൾ കേട്ടോട് സൂക്ഷിച്ചുള്ളത് നമുക്ക് കേൾക്കാം. ഈ പ്രഭാതത്തിൽ ദൈവത്തെ ഉയർത്തുവാൻ ഒരു പ്രഭാതം കൂടെ ദൈവം നൽകി തന്ന കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം ചെയ്യുന്ന ഓരോ ഭാരങ്ങൾക്ക് ദൈവസന്നിധി നന്ദിയോടെ ദൈവത്തെ വീണ്ടും സ്തോത്രത്തോടെ സ്തുതിയോടെ ആമേ ഹല്ലേലൂയ ദൈവത്തെ ഉയർത്തുവാൻ ഈ പ്രഭാതം നൽകി തന്ന പ്രഭാതത്തിൽ ദൈവം നൽകി തന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. വീണ്ടും നമുക്ക് ഒരു ഗാനത്തോടു കൂടി ദൈവസന്നിധിയായിരിക്കും. വന്നോളിൻ സോദരരെ, നിങ്ങൾ കേട്ടോളിൻ സുവിശേഷം, വിട്ടോളിൻ Ave
ദൈവത്തിന് സ്തോത്രം. അടുത്തതായി അമ്പരം കർഷിലം വരെ വരുന്ന നാളെന്ത മനോഹരം നൽകാൻ ഇപ്പോൾ ജർമ്മയുടെ ആരംഭിക്കും. Jerusalem, Ampel Kaçer, Amba Jerusalem, Ampel Kaçer, Ambare Varun Nanare, Tubano, Ambare Varun Nanare, Tubano, Amba Jerusalem. ദൈവത്തിന് സ്തോത്രം. അടുത്തതായി ആരാധനേശു പരാവണം ഞാൻ പറയുന്നത് ഗാനം ഞാൻ ഇടാറുണ്ട്. ആരാധ്യൻ യേശു പരാ വണങ്ങുന്നു ഞാൻ പ്രിയരേ.
ദൈവത്തിന് സ്തോത്രം. അടുത്തതായി ഒരു ഏറ്റവും പഴയ ക്രിസ്തുഗാനം, ഇന്നുമൊക്കെ വന്നിടും എൻ്റെ പ്രാണനായക നിന്നെ കാണുവാൻ ആശയം എന്ന ഗാനം ഞങ്ങളുടെ ആരംഭിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം സ്തോത്രം. ഇനി തുടർന്ന് നമുക്ക് പതിവ് നടക്കുന്ന പോലെ സങ്കീർത്തനം വായിച്ച് തുടർന്ന് ദൈവജന ശുശ്രൂഷയാണ്. സ്തോത്രം. സ്തോത്രം. ദൈവത്തിന്
മഹത്വം. എനി ടൈം റിവൈവൽ ഈ പ്രഭാത കൂട്ടായ്മയിലേക്ക് എല്ലാ പ്രിയമുള്ളവരെയും സ്വാഗതം ചെയ്യുന്നു. ഒരിക്കൽ കൂടി നമുക്ക് കർത്താവിനെ സ്തുതിപ്പാൻ, സ്തോത്രം ചെയ്യുവാൻ സർവകൃപാലുവായ ദൈവം നമ്മുടെ ജീവിതത്തിൽ തരുന്ന എല്ലാ നല്ല വിലയേറിയ അവസരത്തിനായി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യുകയാണ്. സംഭവ ബഹുലമായ കഴിഞ്ഞ ഓരോ നിമിഷങ്ങൾ ദൈവമായ കർത്താവ് നമ്മെ സൂക്ഷിക്കുന്നു, പരിപാലിക്കുന്നു. എല്ലാറ്റിനുമായി നന്ദിയോടെ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യുകയാണ്. ഇന്ന് നമ്മുടെ പ്രഭാത കൂട്ടായ്മയുടെ 250-ാം ദിവസമാണ്. ഇത്രത്തോളം ദൈവമായ കർത്താവ് സഹായിച്ചു, അത് മാത്രമേ നമുക്ക് പറയുവാനുള്ളൂ. ഈ പ്രോഗ്രാം നടത്തുന്ന ഞങ്ങളുടെ കഴിവോ ശ്രേഷ്ഠതയോ ഒന്നുമല്ല, അതിനേക്കാൾ ഉപരിയായി ദൈവത്തിന്റെ കൃപ ഒന്ന് മാത്രമാണ് എന്ന് നമുക്ക് പറയുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. കഴിഞ്ഞ നാളുകളിലും പ്രാർത്ഥിച്ച അനേകം പ്രാർത്ഥനാ വിഷയങ്ങളുടെ മേൽ ദൈവികമായ മറുപടികളെ പ്രാപിപ്പാൻ സ്വർഗദൈവം നമ്മുടെ ജീവിതത്തിൽ അവസരങ്ങളെ ഒരുക്കി. ഈ പ്രോഗ്രാം ഉണ്ടെന്ന് മനസ്സിലാക്കി നീണ്ട അല്ലെങ്കിൽ കണ്ടിന്യൂവായി ഈ പ്രോഗ്രാം ശ്രവിക്കുന്ന എല്ലാ ദൈവമക്കൾക്കായി സ്തോത്രം ചെയ്യുന്നു. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 250 ദിവസത്തിൽ 240 ദിവസത്തിൽ കുറയാതെ പ്രോഗ്രാം കണ്ട പ്രിയപ്പെട്ടവരുണ്ട്. അവർക്കായി സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് എൻ്റെ നോട്ടത്തിൽ അല്ലെങ്കിൽ എൻ്റെ ഒരു വീക്ഷണത്തിൽ പന്മനയിലുള്ള സുനിൽ സാറ് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ പ്രോഗ്രാം കണ്ടേക്കുന്ന അദ്ദേഹമാണെന്നാണ് എൻ്റെ ചിന്ത. ഈ സാറാണ്. അതുപോലെ തന്നെ നമ്മുടെ പത്തനംതിട്ടയുള്ള സനൽ സാറ്, ഇവരാണ് ഏറ്റവും കൂടുതൽ കണ്ടിന്യൂ ചെയ്തിരിക്കുന്ന ഈ പ്രോഗ്രാമിൽ. മറ്റു എല്ലാ പ്രിയമുള്ളവർക്കായി സ്തോത്രം ചെയ്യുന്നു. നൂറുകണക്കിന് പ്രാർത്ഥനാ വിഷയങ്ങൾ എൻ്റെ അടുത്ത് ഒരു ബുക്കാണ് ഉള്ളത്. ചുരുക്കിയ ചില ദിനങ്ങൾ മാത്രമേ ബുക്കിൽ തന്നെ പ്രാർത്ഥനാ വിഷയങ്ങൾ എഴുതുവാനും അവയ്ക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനും ദൈവാവസരങ്ങളെ നൽകുന്നുണ്ട്. ഇന്ന് പ്രഭാതത്തിലും ആർക്കെങ്കിലും പ്രത്യേകമായ പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടെങ്കിൽ അറിയിച്ചാൽ പ്രാർത്ഥിപ്പാൻ ദൈവനാമത്തിൽ ആഗ്രഹിക്കുന്നു. സ്തോത്രം. നാം തുടർമാനമായിട്ടാണ് സങ്കീർത്തനം നാം ചിന്തിച്ചു വരുന്നത്. എന്നാൽ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത കണക്കിലെടുത്ത് മറ്റൊരു സങ്കീർത്തനം ചിന്തിപ്പാൻ, നമുക്കെല്ലാം സുപരിചിതമായ ഒരു സങ്കീർത്തനം ചിന്തിപ്പാൻ ദൈവനാമത്തിൽ ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. നമ്മൾ ഈ പ്രഭാത കൂട്ടായ്മയെ തന്നെ ചിന്തിച്ചിട്ടുള്ള സങ്കീർത്തനമാണ്. എന്നാൽ ആ സങ്കീർത്തനത്തിൽ തന്നെ മറ്റൊരു ചിന്തയാണ് ചിന്തിപ്പാൻ ദൈവനാമത്തിൽ ആഗ്രഹിക്കുന്നത്. ആ സങ്കീർത്തനം ഒന്ന് വായിക്കുന്നു. 23-ാം സങ്കീർത്തനമാണ് വായിക്കുവാൻ ദൈവനാമത്തിൽ ആഗ്രഹിക്കുന്നത്. സ്വർഗം നമ്മെ സഹായിക്കട്ടെ. സ്തോത്രം. 23-ാം സങ്കീർത്തനം ബൈബിളിലുള്ളവർ ആ ഭാഗം എടുക്കാം, അല്ലെങ്കിൽ കാണാതെ അറിയാവുന്ന പ്രിയപ്പെട്ടവർക്ക് നമുക്ക് ചേർന്ന് നമുക്ക് വായിച്ച് നമുക്ക് ദൈവത്തെ ഈ പ്രഭാതത്തിൽ മഹത്വപ്പെടുത്താം. സ്തോത്രം. യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു. സ്വസ്ഥതയുള്ള വെള്ളത്തിനരികിലേക്ക് എന്നെ നടത്തുന്നു. എന്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു. തിരുനാമ നിമിത്തം എന്നെ നീതിപാതകളിൽ നടത്തുന്നു. കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാനൊരു അനർത്ഥമോ ഭയപ്പെടുകയില്ല. നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ. നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. എന്റെ ശത്രുക്കൾ കാണുക നീ എനിക്ക് വിരുന്നൊരുക്കുന്നു. എന്റെ തല എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. എന്റെ പാനപാത്രം നിറഞ്ഞു കവിയുന്നു. നന്മയും കരുണയും എന്റെ ആയുഷ്കാലമൊക്കെ എന്നെ പിന്തുടരും. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. സ്തോത്രം. ദൈവത്തിന് മഹത്വം. സങ്കീർത്തനങ്ങളുടെ റാണി എന്നാണ് 23-ാം സങ്കീർത്തനത്തെ അറിയപ്പെടുന്നത്. വേദപണ്ഡിതാവായ വേദശാസ്ത്രജ്ഞൻ എന്ന് വേണമെങ്കിൽ പറയാം, ഡോക്ടർ സ്പർജൻ, അദ്ദേഹം തന്റെ തൂലികയിൽ നിന്ന് 6 വാല്യങ്ങൾ അടങ്ങിയ ഒരു ബൃഹത്തായ പുസ്തകം തന്നെ 23-ാം സങ്കീർത്തനത്തെ ആസ്പദമാക്കി എഴുതിയിട്ടുണ്ട് എന്ന് നാം
മനസ്സിലാക്കുന്നു. വളരെ പ്രത്യേകതകൾ നിറഞ്ഞ ഒരു സങ്കീർത്തനമാണ് 23-ാം സങ്കീർത്തനം. നമ്മുടെ വീട്ടിൽ കുഞ്ഞുങ്ങൾ ഉണ്ടാകുമ്പോൾ അവരെ ആദ്യം പഠിപ്പിക്കുന്ന വേദവാക്യമാണ് ഈ സങ്കീർത്തനം. പുതിയ നിയമത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ ലേഖനങ്ങളുടെ റാണി എന്ന് എഫേസ്യ ലേഖനത്തെ അറിയപ്പെടുന്നു. കാരണം ലേഖനങ്ങളുടെ റാണി എന്ന് അറിയപ്പെടുവാൻ 6 അധ്യായങ്ങൾ മാത്രം അടങ്ങിയിരിക്കുന്ന എഫേസ്യ ലേഖനത്തിൽ പ്രാരംഭ 3 അധ്യായങ്ങൾ ദൈവസഭയെക്കുറിച്ചും 4, 5, 6 അധ്യായങ്ങൾ കുടുംബത്തെക്കുറിച്ചുമാണ് പറയുന്നത്. ആദ്യത്തെ 3 അധ്യായം ദൈവസഭയെക്കുറിച്ചും 4, 5, 6 അധ്യായങ്ങളിൽ കുടുംബത്തെക്കുറിച്ചുമാണ്. ദൈവസഭ എങ്ങനെ ആയിരിക്കണം, അതുപോലെ തന്നെ കുടുംബത്തിലെ ഓരോ വ്യക്തികളും അവരെങ്ങനെയായിരിക്കണം, സഭയിൽ അവരെങ്ങനെയായിരിക്കണം, ഇതെല്ലാം പറയുന്നു. അതുകൂടാതെ പിശാചിനോട് എങ്ങനെ ഒരു ദൈവവൈതൽ എതിർത്ത് നിൽക്കണം. സ്തോത്രം. അങ്ങനെ അനേക കാര്യങ്ങൾ ആ ഭാഗത്ത് പറയുന്നുണ്ട് എന്ന് നാം മനസ്സിലാക്കുന്നു. സ്തോത്രം. സങ്കീർത്തനത്തിലേക്ക് കടന്നു വരട്ടെ. ഇവിടെ ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നത് ദൈവം നമ്മുടെ നടത്തിപ്പുകാരൻ ആണെങ്കിൽ എന്തെല്ലാം നമ്മുടെ ജീവിതത്തിൽ വന്നു ഭവിക്കും. ദൈവം നടത്തിപ്പുകാരൻ ആണെങ്കിൽ ഒരു ആടിനെ എങ്ങനെ ഇടയൻ നടത്തുന്നുവോ, അല്ലെങ്കിൽ ആടുകളെ ഇടയൻ എങ്ങനെ നടത്തുന്നുവോ, എങ്ങനെ പരിപാലിക്കുന്നുവോ, അപ്രകാരം ഒരു ആടും ഇടയനും തമ്മിലുള്ള അഭേദ്യമായ ബന്ധത്തെയാണ് ഈ സങ്കീർത്തനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. സ്തോത്രം. അപ്പൊ നാം നോക്കണമേ, ഇവിടെ ഒരു ഇടയൻ എങ്ങനെ തന്റെ ആടിനെ സംരക്ഷിക്കും, ആടിനെ പരിപാലിക്കും, അതിനു വേണ്ടിയതെല്ലാം നൽകും. അതുപോലെ തന്നെയാ കർത്താവ് നമ്മുടെ നടത്തിപ്പുകാരനാണെങ്കിൽ നമുക്ക് വേണ്ടിയതൊക്കെ തരുവാൻ നമ്മുടെ കർത്താവ് ശക്തനെന്ന് നാം മറക്കരുത്. സ്തോത്രം. കാര്യം ദാവീദിന് പറയുവാൻ ആടും ഇടയനും തമ്മിലുള്ള ബന്ധം പോലെ പറയുവാൻ കാരണം ദാവീദിന്റെ ജോലി നമുക്കറിയാം, ആട്ടിടയനായിരുന്നു. തന്റെ പിതാവിന്റെ ആടുകളെ മേയ്ക്കുന്ന ജോലിയായിരുന്നു ഇളയ മകനായ ദാവീദിന്റെ ജീവിതത്തിൽ നിന്ന് നാം മനസ്സിലാക്കുന്നു. ഇവിടെ പറയുന്നു പ്രാരംഭവാക്യത്തിൽ, യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. സ്തോത്രം. റാഹബ് എന്നാണ് ഇവിടെ നാം കാണുന്നത്. ദാവീദിന്റെ ജീവിതത്തിലെ യൗവനകാലത്ത് എഴുതുന്ന, യൗവന പ്രായത്തിൽ എഴുതുന്ന സങ്കീർത്തനമാണ് ഈ സങ്കീർത്തനം. ഒരു പക്ഷെങ്കിൽ ദാവീദ് എഴുതിയ സങ്കീർത്തനങ്ങളിൽ ആദ്യത്തെ സങ്കീർത്തനമാണ് ഇതെന്ന് വേദപണ്ഡിതാക്കൾ ഒരുപോലെ അഭിപ്രായപ്പെടുന്നു. അതിന് മറ്റ് ദാവീദിനെ ഏത് സങ്കീർത്തനം എടുത്ത് നോക്കിയാലും ഇതിനോട് തുലനം ചെയ്യുവാൻ നമുക്ക് സാധിക്കുന്നില്ല. ഇവിടെ പറയുക, യഹോവ എന്റെ ഇടയനാകുന്നു. എന്റെ ഇതെന്ന് പറയുവാൻ തന്റെ സ്വന്തം ആയതുകൊണ്ടാ. എന്റെ പേരായി എന്ന് പറയുവാൻ നമുക്കറിയാം, കൊച്ചു കുഞ്ഞുങ്ങള് എന്റേതെന്ന് ആ കുഞ്ഞുങ്ങൾ പറയണമെങ്കിൽ അത് തന്റേതായതുകൊണ്ട് മാത്രമാ. അല്ലാതെ ആരുടെയെങ്കിലും ഒരു വാഹനം കണ്ടുകൊണ്ടോ
കണ്ടതുകൊണ്ട് അതെന്റെയാണ് കുഞ്ഞുങ്ങൾ അവകാശപ്പെടത്തില്ല. സ്വന്തം വാഹനമാണെങ്കിൽ മാത്രമേ അതെന്റെ വണ്ടിയാ, ഞാൻ തരത്തില്ലെന്ന് കുഞ്ഞുങ്ങൾ പറയത്തുള്ളൂ. ഇതുപോലെ തന്നെയാ ദാവീദിനെ ചോദിച്ചാൽ ദാവീദും പറയും, യഹോവ എന്റെ ഇടയനാ. ഞാനത് പറയാ, ആ യഹോവ എന്റെ ഇടയനായതുകൊണ്ട്, ദൈവം എന്റെ നടത്തിപ്പുകാരനായതുകൊണ്ട്, ഒന്നാമത് പറയുക, എനിക്ക് ഒന്നിനും മുട്ടുണ്ടാകുകയില്ല. ഒന്നാമത്തെ പോയിന്റ്, തന്റെ ജീവിതത്തിൽ ഒരു കുറവും ഇല്ലാതെ ദൈവം തന്നെ സംരക്ഷിപ്പാൻ ശക്തനെന്ന് ദാവീദ് ഉറച്ചു വിശ്വസിക്കുക. സ്തോത്രം. ഇതുപോലെ എന്നെ കേൾക്കുന്ന വാത്സല്യമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നമുക്കൊന്ന് വിശ്വസിപ്പാൻ കഴിയുമോ? നമുക്കൊന്ന് പറയുവാൻ കഴിയുമോ? എന്റെ ജീവിതത്തിൽ സ്തോത്രം, കർത്താവ് ഇടയനായിടത്തോളം കാലം ഒരു കുറവും വരാതെ എന്നെ സൂക്ഷിപ്പാൻ, എന്റെ ദൈവം പരിപാലിപ്പാൻ ശക്തനാണ് എന്ന് എത്ര പേർക്ക് ദാവീദിനോട് ചേർന്ന് പറയുവാൻ സാധിക്കും? സ്തോത്രം. വേണ്ടിയ നന്മകൾ ദൈവം തരുന്നില്ലേ? വേണ്ടിയ അനുഗ്രഹങ്ങൾ ദൈവം തരുന്നില്ലേ? ജീവിത ഭക്തിക്ക് വേണ്ടിയ നന്മകളാലും അനുഗ്രഹങ്ങളാലും ദൈവം നമ്മെ നിറച്ച്, ദൈവം നമ്മെ കാത്തു സൂക്ഷിപ്പാൻ, കാത്തു പരിപാലിപ്പാൻ നമ്മുടെ കർത്താവ് സർവശക്തനെന്ന് നാം മറക്കരുത്. സ്തോത്രം. രണ്ടാമത് പറയുക, പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു. സ്തോത്രം. ശൂന്യമായ ഇടത്തോ അല്ലെങ്കിൽ മരുഭൂമി സമമായ സ്ഥലത്തോ ഉണങ്ങിയ നിലത്തോ അല്ല തന്നെ കിടത്തുന്നത്, മറിച്ച് എവിടെയാ? പച്ചയായ പുൽപ്പുറത്ത. സ്തോത്രം. എന്ന് വെച്ചാൽ ഒരു സമൃദ്ധിയുടെ അനുഭവത്തിൽ അവൻ എന്നെ കിടത്തും. ആടെപ്പോഴാ കിടക്കുന്നേ? നമുക്കറിയാം. ആടിനെ നമ്മൾ വീക്ഷിക്കുമ്പോ കാണുന്നത് മൊത്തം മണ്ടയെല്ലാം കടിച്ചു തിന്ന് ചാടി മറിഞ്ഞ്, അഴിച്ചുവിട്ടേക്കുന്നതാണെങ്കിൽ ചാടി മറിഞ്ഞ്, കാണുന്നതെല്ലാം മണ്ടയെല്ലാം കടിച്ച് അവന്റെ വയറ് ഏകദേശം ഒരു 1/4 ഭാഗമാകുമ്പോൾ എവിടെയെങ്കിലും തണൽ പറ്റിപ്പോയി കിടക്കും. തണൽ പറ്റിപ്പോയി ഈ ആട് കിടന്നിട്ട് സ്തോത്രം എന്ത് സംഭവിക്കും? അടുത്ത് ചെറുതായി അയവിറക്കാൻ തുടങ്ങും. നന്നായി ആഹാരം അല്ലെങ്കിൽ തിന്ന തീറ്റി ചവച്ചരിച്ചല്ല തിന്നേക്കുന്നേ, മറിച്ച് വളരെ വേഗത്തിലങ്ങ് തിന്നേക്കുക. ഇവിടെ പറയുന്നു, പച്ചയായ പുൽപ്പുറങ്ങളിൽ അവനെ കിടത്തുന്നു എന്ന് വെച്ചാൽ അതിനർത്ഥം എന്തെന്ന് ചോദിച്ചാൽ, തനിക്ക് വയറ് നിറച്ചു വേണ്ടിയതെല്ലാം തന്നാണ് തന്നെ അവിടെ കിടത്തിയിരിക്കുന്ന. സ്തോത്രം. ഇതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ടിയതൊക്കെ തന്ന് നമ്മെ സൂക്ഷിപ്പാൻ, നമ്മെ കാത്തു പരിപാലിപ്പാൻ നമ്മുടെ കർത്താവ് ശക്തനാണ് എന്ന് ദാവീദ് നിസ്സംശയം ഇവിടെ പറയുക. സ്തോത്രം. ഇതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഇന്ന് പകൽ നമ്മെ ദൈവം കാത്തു സൂക്ഷിപ്പാൻ ശക്തനാണ് എന്ന്, കാത്തു പരിപാലിപ്പാൻ ശക്തനെന്ന് നാം ഒരിക്കൽ പോലും മറന്ന് പോകരുത്. സ്തോത്രം. മൂന്നാമത് പറയുക, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികിലേക്ക് എന്നെ നടത്തുന്നു. ആടിന്റെ മൂന്നാമത്തെ പ്രത്യേകതയാ സ്വസ്ഥതയുള്ള വെള്ളം. അതിശക്തമേറിയ വെള്ളച്ചാട്ടം ഉള്ളിടത്തേക്ക് ആടിനെ വെള്ളം കുടിക്കുവാൻ കൊണ്ട നിർത്തിയാൽ ഒരു കാരണവശാലും വെള്ളം കുടിക്കത്തില്ല. കാരണം ഒന്നേ ഉള്ളൂ, അതെപ്പോഴും ആഗ്രഹിക്കുന്നത് സ്വസ്ഥതയാ. സ്തോത്രം. എപ്പോഴും അത് ആഗ്രഹിക്കുന്നത്. സ്തോത്രം. വളരെ ശക്തമേറിയ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ നിൽക്കാനല്ല, സ്വസ്ഥതയെ ആഗ്രഹിക്കുന്ന. സ്തോത്രം. ഒരു ദൈവവൈദ്യൻ വഴക്കുണ്ടാക്കാൻ ഇങ്ങോട്ട് വന്നാലും ഒഴിഞ്ഞു മാറി അങ്ങ് എന്ത് ചെയ്യും? പോകും. പ്രശ്നത്തിന് മുതിരത്തില്ല. ഇവിടെ ഇത് തന്നെയാ കാണുന്നേ.
സ്വസ്ഥതയുള്ള വെള്ളത്തിന് അരികിലേക്ക് എന്നെ നടത്തുന്നു. തീറ്റിയെല്ലാം തിന്നു കഴിഞ്ഞ് വയറ് നിറഞ്ഞതിന് ശേഷം വെള്ളം കുടിക്കുവാൻ ആടിനെ കൊണ്ടുപോകുന്നത് പോലെ പറയുക, സ്വസ്ഥതയുള്ള വെള്ളത്തിന് അരികിലേക്ക്. എന്ന് വെച്ചാൽ ഒരു ദൈവവൈദ്യന്റെ ജീവിതത്തിൽ ആത്മീയമായ അർത്ഥം ഞാൻ പറയട്ടെ, സ്വസ്ഥത ജീവിതത്തിൽ തരുന്ന കർത്താവ്. സ്തോത്രം. പിശാച് പറയും, നിന്റെ ജീവിതത്തിൽ സ്വസ്ഥത നീ അനുഭവിക്കത്തില്ല, സമാധാനം നീ അനുഭവിക്കത്തില്ല, സന്തോഷം നീ അനുഭവിക്കത്തില്ലെന്ന് ദുഷ്ട പിശാച് വിളിച്ചു പറയുമ്പോൾ, സ്തോത്രം, കൃപ പ്രാപിച്ച ഒരു ദൈവ വൈതൽ നിസ്സംശയം പറയുന്ന ഒരു കാര്യമുണ്ട്. സ്തോത്രം. കർത്താവ് എനിക്ക് തുണയായി കൂടെയുണ്ട്. കർത്താവിന്റെ കൃപ എന്റെ ജീവിതത്തിന്മേലുണ്ട്. ദൈവത്തിന്റെ സാന്നിധ്യം എന്റെ ജീവിതത്തിന്മേലുണ്ട്. ദൈവിക ശക്തി എന്റെ മേൽ കർത്താവ് ചൊരിഞ്ഞ് എന്നെ മുൻപോട്ട് നടത്താൻ, മുൻപോട്ട് നയിപ്പാൻ എന്റെ കർത്താവ് ശക്തനെന്ന് ഒരു ദൈവ പൈതൽ നിസ്സംശയം പറയുവാൻ ഇടയായി തീരും. സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഇപ്പൊ നോക്കണമേ, 3 കാര്യങ്ങളാണ് നാം ചിന്തിച്ചത്. ജീവിതത്തിന് മുട്ടുണ്ടാകത്തില്ല. പച്ചയായ പുൽപ്പുറങ്ങൾ അവനെ കിടത്തുന്നു. എന്ന് വെച്ചാൽ വേണ്ടിയ ഭൗതികമായ സാഹചര്യങ്ങൾ ഒരുക്കുന്നു. ജീവിതത്തിൽ സമാധാനം തരുന്ന ദൈവം. അടുത്തത്, സ്തോത്രം, എന്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു. എന്താ പ്രാണൻ എന്ന് പറയുന്നത്? പുറമെയുള്ള നമ്മുടെ ഈ ശരീരമല്ല. ചില പറയാറുണ്ട്, എത്ര ഭൗതികമായ നന്മകൾ ഉണ്ടെങ്കിലും, എത്ര ഭൗതികമായ ശ്രേഷ്ഠത ഉണ്ടെങ്കിലും അവർ പറയും ഒരു സമാധാനവും ഇല്ല. ആ സമാധാനം ഇല്ലായ്മ ഒന്ന് എടുത്തു കാണിക്കാൻ പറ്റുമോ? ഇല്ല. ആ സമാധാനം ഇല്ലായ്മ എടുത്തു കാണിക്കാൻ പറ്റത്തില്ല. ഒരു പാസ്റ്റർ ഒരു സഭയിൽ നീണ്ട നാളുകൾ ശുശ്രൂഷിക്കുക. തന്റെ ശുശ്രൂഷയിൽ പ്രാരംഭ കാലഘട്ടത്തിൽ ദിവസത്തിലേക്ക് അടുത്തു വന്ന ഒരു ഫാമിലി, 2 പെൺപിള്ളാരാണ് ഉള്ളത്. അവിടെ ഈ പെൺകുട്ടികളുടെ വിവാഹം 1-2 വർഷത്തിനകം നടന്നു. മൂത്ത പെൺകൊച്ചിന്റെ വിവാഹം നടന്നത് അന്നേരം അവർക്ക് അല്പം സാമ്പത്തികമായ പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതനുസരിച്ച് ഒരു ചുറ്റുപാടിലാ വിവാഹം കഴിച്ച് അയച്ചത്. ഇളയുടെ വിവാഹമൊക്കെ വന്നപ്പോഴേക്ക് അല്പം കൂടെ മെച്ചമായി. അതനുസരിച്ച് വിവാഹം കഴിച്ചൊക്കെ അയച്ചു. ചില നാളുകൾ കഴിഞ്ഞു. പാസ്റ്റർ യാദർശിയ ഇളയ പെണ്ണിന്റെ വീടിന്റെ അതുവഴി ഒന്ന് പോണമായിരുന്നു. താൻ ആ വീട്ടിൽ കയറി ചെന്നപ്പോഴേ വീടും പരിസരമൊക്കെ ഇഷ്ടപ്പെട്ട് നേരത്തെ പോയിട്ടുണ്ടെങ്കിൽ പോലും അതിനേക്കാൾ മോടിയോടുകൂടി വീടൊക്കെ കണ്ടു. 2 നില വീട്, മനോഹരമായ കാറ്, അതിനുവേണ്ടി എല്ലാ ചുറ്റുപാടും. ഹോളിംഗ് ബെല്ലടിച്ചു. ഈ പെൺകുട്ടി ഇറങ്ങി വന്നു. കുടിക്കാനൊക്കെ വേലക്കാരി കൊണ്ട് കൊടുത്തു. വർത്താനം തുടങ്ങി, സംസാരിക്കാൻ തുടങ്ങി. ഈ പെൺകുട്ടി പറഞ്ഞു, പാസ്റ്ററെ, എനിക്കെല്ലാം ഉണ്ട്. വാഹനത്തിന് വാഹനമുണ്ട്, കാറിന് കാറുണ്ട്, വീടിന് വീടുണ്ട്, ജോലിക്കാരിക്ക് ജോലിക്കാരിയുണ്ട്. പണത്തിന് ഒരു പഞ്ഞവും എനിക്കില്ല. പക്ഷെങ്കിൽ ഒരു സ്വസ്ഥതയും ജീവിതത്തിലില്ല. സ്തോത്രം. പറഞ്ഞൊരു പദം, ഒരു സ്വസ്ഥതയും എനിക്കില്ല. പാസ്റ്റർ പറഞ്ഞു, മോളെ നീ വിഷമിക്കാതെ,
നമുക്ക് പ്രാർത്ഥിക്കാമെന്നൊക്കെ പറഞ്ഞ് പാസ്റ്റർ പ്രാർത്ഥിച്ച് പോന്നു. 1-2 മാസം കഴിഞ്ഞു. മൂത്ത ആ പെൺകുട്ടിയെ വിവാഹം കഴിച്ച് അയച്ചേക്കുന്ന വീട്ടിലേക്ക് പാസ്റ്ററിന് പോണമായിരുന്നു. അതുവഴി പോയപ്പോൾ ഒന്ന് കയറി. ചെന്നു. വലിയ ഭൗതിക സാഹചര്യമൊന്നുമില്ല. താൻ കുറച്ചു വർഷത്തിന് മുൻപ് വിവാഹം കഴിച്ച് അയക്കാൻ നേരത്ത് വന്ന് കണ്ട അതേ വീട് തന്നെ. കാറില്ല, എടുത്തു പറയാവുന്ന മനോഹാരിതയുള്ള വീടിന് ഭംഗിയില്ല, ഒന്നുമില്ല. അപ്പോൾ ചെന്നപ്പോഴേ മനസ്സിലായി ഇവിടെ ആളുണ്ട്, വീട്ടിൽ ആളുണ്ട്. സ്തോത്രം. ഉണ്ടെന്ന് മനസ്സിലായി. താൻ അവിടെ ചെയ്ത കാര്യം കാര്യമുണ്ട്. ഹോളിംഗ് ബെൽ അടിച്ചു, ആരും വരുന്നില്ല. ഒന്നുകൂടെ നന്നായി അമർത്തി അടിച്ചു ശബ്ദത്തിൽ. എരുത്തൂട്ടിന്ന് കന്നാലിക്കൂട്ടിന്ന് വിളി കേട്ടു, ഇതാ വരുന്നു, ഇപ്പം വരാം. കാര്യം അവിടെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുക. പെട്ടെന്ന് അതെല്ലാം നിർത്തിവെച്ചിട്ട് ആ പെൺകുട്ടി പെട്ടെന്ന് വന്ന് ആ ഫ്രണ്ടിലേക്ക് വന്ന് നോക്കിയപ്പോൾ പാസ്റ്ററെ കണ്ടു. അയ്യോ, പാസ്റ്ററാണോ? പാസ്റ്റർ ഒരു മിനിറ്റ്, ഞാൻ വരുന്നു എന്ന് പറഞ്ഞ് പെട്ടെന്ന് പോയി കൈയും കാലൊക്കെ മുഖമൊക്കെ കഴുകി കഥകലം തുറന്നു കൊടുത്തു. ഇരുത്തി, പാസ്റ്റർ ഇരിക്കെ. കുടിക്കാനൊക്കെ കൊടുത്തിട്ട് പറഞ്ഞു, പാസ്റ്ററെ കഷ്ടപ്പാടോട് കഷ്ടപ്പാടാ, ഇതൊക്കെ എന്റെ ജീവിതത്തിൽ, പക്ഷേ ഈ കഷ്ടപ്പാടൊക്കെ എന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ ഒരു സന്തോഷമുണ്ട്. സ്തോത്രം. ഒരാള് പറഞ്ഞു ഒരു സ്വസ്ഥതയും ഇല്ലെന്ന് പറഞ്ഞു, ഒരു സന്തോഷവും ഇല്ലെന്ന് പറഞ്ഞു. എന്നാൽ അടുത്തയാള് പറയുക, സ്തോത്രം, എന്താ പറഞ്ഞേ? എന്റെ കഷ്ടപ്പാടിന്റെ മധ്യത്തിലും എനിക്കൊരു സന്തോഷമുണ്ട്. സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ജീവിത സാഹചര്യത്തിൽ ധൈര്യത്തോടെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. സ്തോത്രം. എന്റെ കർത്താവ് എനിക്ക് തുണയായി കൂടെയുണ്ട്. എന്നെ തള്ളിക്കളയാത്ത ഒരു ദൈവം, എന്നെ ഒരു നാൾ ഉപേക്ഷിക്കാത്ത ദൈവ. സ്തോത്രം. ആ കർത്താവിന്റെ കൃപ എന്റെ ജീവിതത്തിന്മേലുണ്ട്. ആ ദൈവത്തിന്റെ സാന്നിധ്യം എന്റെ ജീവിതത്തിന്മേലുണ്ട്. ആ ദൈവിക ശക്തി എന്റെ ജീവിതത്തിന്മേൽ ഉണ്ട് എന്ന് ധൈര്യത്തോടെ ഒരു ദൈവ വൈതലിനെ പറയുവാൻ ഇടയായി തീരും. സ്തോത്രം. ഇവിടെ പറയുക, എന്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു, തിരുനാമ നിമിത്തം എന്നെ നീതിപാതകളിൽ നടത്തുന്നു. എല്ലാം വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അടുത്ത ഭാഗം പറയുന്നു, കൂരിൽ താഴ്വരയിൽ കൂടി നടന്നാലും. മൂന്നാമതാൻ അല്ലെങ്കിൽ അടുത്തതാൻ പറയുക, കൂരിൽ താഴ്വര എന്ന് വെച്ചാൽ മരണ നിഴലിൽ താഴ്വര എന്നാണ് അതിന് ശരിക്കുമുള്ള പദം. എന്ന് വെച്ചാൽ മരണ നിഴലിൽ താഴ്വരയിൽ കൂടി ഞാൻ പോകേണ്ടി വരും എന്നാ സങ്കീർത്തനക്കാരൻ വിളിച്ചു പറയുക. ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല. അപ്പൊ മരണനിഴലിൽ താഴ്വരയിൽ കൂടി പോയാലും ഒരു അനർത്ഥവും ഞാൻ ഭയപ്പെടത്തില്ല. സ്തോത്രം. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് നമ്മോട് ഭയപ്പെടണ്ട എന്ന് പറഞ്ഞാൽ, മരണനിഴലിൽ താഴ്വരയാകുന്ന രോഗങ്ങൾ കടന്നു വരാം, ദുഃഖങ്ങൾ കടന്നു വരാം, സഹിക്കാൻ വയ്യാത്ത വേദനകൾ പ്രയാസങ്ങൾ കടന്നു വരാം. എന്നാൽ അതിന്റെ മധ്യത്തിൽ ഒരു ദൈവവൈതല ശക്തിയോടുകൂടി പറയാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. സ്തോത്രം. എന്റെ കർത്താവ് എനിക്ക് തുണയായി കൂടെയുണ്ട്. സ്തോത്രം. എന്നോട് ചേർന്ന് എത്ര പേർക്ക് പറയാൻ കഴിയും? നാം
മരണം താഴ്വരക്കടെ അനേക പ്രാവശ്യം കടന്നുപോയി. രോഗങ്ങൾ കടന്നു വന്നു, ദുഃഖങ്ങൾ കടന്നു വന്നിട്ടുണ്ട്, വാഹന അപകടങ്ങൾ കടന്നു വന്നു. എന്നാൽ മരണത്തിന് ഏൽപ്പിക്കാതെ വണ്ണം ദൈവം നമ്മെ കാത്തു സൂക്ഷിച്ചില്ലേ? ആ ദൈവം നമ്മെ കാത്തു പരിപാലിച്ചില്ലേ? ആ ദൈവത്തിന്റെ കൃപയെ ഓർത്തുകൊണ്ട്, ആ ദൈവത്തിന്റെ വലിയ വിശ്വസ്തതയെ ഓർത്തുകൊണ്ട് സ്തോത്രം. നമുക്കിന്ന് പകൽ അതരങ്ങളെ തുറന്ന് കർത്താവിനെ ഒന്ന് സ്തുതിപ്പാൻ നമുക്ക് സാധിക്കുമോ? സ്തോത്രം. തുറന്ന് പറയുക, നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ. അപ്പോൾ മരണത്തിന് താഴ്വര കൂടി കടന്നു പോയാലും ശരി, ആ കർത്താവിന്റെ സാന്നിധ്യം അവിടെയും നമുക്ക് വെളിപ്പെടുവാൻ ഇടയായി തീരും. സ്തോത്രം. ശദ്രക്കിനെ, മേശക്കിനെ, അബേദ്നെഗോവിനെ തീച്ചൂളയിൽ സംരക്ഷിച്ച ദൈവം. സ്തോത്രം. ദാനിയേലിനെ സിംഹത്തിന്റെ കുഴിയിൽ നിന്ന് വിടുവിച്ച ദൈവം നമ്മോട് കൂടെയും ഇരിക്കും. സ്തോത്രം. പഴയ നിയമത്തിലെ ഭക്തന്മാരെ മാത്രമല്ല, ബൈബിളിൽ എഴുതിയിരിക്കുന്ന പുതിയ നിയമത്തിലെ ഭക്തന്മാരെ മാത്രമല്ല, പത്രോസിനെ കാരാഗ്രഹത്തിൽ വിടുവിക്കാൻ മാത്രമല്ല ദൈവത്തിന് കഴിയുന്നത്, പൗലോസിന്റെ ശീലാസിന്റെ ചങ്ങല അഴിക്കാൻ മാത്രമല്ല ദൈവത്തിന് കഴിയുന്നത്. സ്തോത്രം. ഈ 2021 ദൈവ പ്രവൃത്തി തീർന്നു പോയിട്ടില്ല. ഇന്ന് പകൽ വിശ്വാസത്തോടെ ഈ ദൂതം ഏറ്റെടുക്കാൻ കഴിയുമോ? കർത്താവേ, എന്നോട് കൂടെ നിന്റെ സാന്നിധ്യം ഉണ്ടാകണം. മരണത്തിന് താഴ്വരയിൽ കൂടി ഞാൻ കടന്നു പോകുന്ന ഈ പ്രത്യേക സിറ്റുവേഷനിൽ അനർത്ഥം എനിക്ക് വ്യസന കാരണമായി തീരാതെ വണ്ണം നീ കാക്കണമേ, നീ പരിപാലിക്കണമേ എന്ന് ദൈവത്തോട് പറയാൻ ഒരു ദൈവമായ തയ്യാറാകുമെങ്കിൽ സ്തോത്രം. ദൈവം നമ്മെ ഇന്ന് പകൽ കാത്തു സൂക്ഷിപ്പാൻ, കാത്ത് സംരക്ഷിപ്പാൻ നമ്മുടെ കർത്താവ് ശക്തനെന്ന് നാം ഒരിക്കലും മറന്നു പോകരുത്. സ്തോത്രം. ഇവിടെ ചില പ്രാർത്ഥന വിഷയങ്ങൾ വന്നിട്ടുണ്ട്. ആ വിഷയങ്ങൾക്ക് വേണ്ടി വേഗത്തിലൊന്ന് പ്രാർത്ഥിപ്പാൻ ദൈവനാമത്തിൽ ആഗ്രഹിക്കുന്നു. സ്തോത്രം. പ്രാരംഭമായി പ്രാർത്ഥന വിഷയം അറിയിച്ചിരിക്കുന്നത് സണ്ണി തോമസ് ആണ്. പ്രാർത്ഥന വിഷയം അറിയിച്ചിരിക്കുന്നത് പ്രിയ സണ്ണിച്ചാൻ അറിയിച്ചിരിക്കുന്ന പ്രാർത്ഥന വിഷയം സ്തോത്രം. കടങ്ങൾ മാറാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് അറിയിച്ചിരിക്കുന്നു. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഏറ്റവും വേഗത്തിൽ തന്റെ കടങ്ങൾ മാറാൻ വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. സ്തോത്രം, സ്തോത്രം. ഞങ്ങളുടെ പ്രിയ കർത്താവേ, പ്രിയ സണ്ണിച്ചാന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അനേകമായ കടങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ട്. കർത്താവേ, ഏറ്റവും വേഗത്തിൽ തന്നെ ആ കടങ്ങൾ മാറത്തക്കതിൽ ദൈവം വഴികളെ തുറക്കണമേ. തന്റെ ബിസിനസ് മേഖലയെ കർത്താവ് അനുഗ്രഹിക്കണമേ. വലിയ അഭിവൃദ്ധി ഈ ദിനങ്ങളിൽ തന്നെ കർത്താവ് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, നീതിമാന സന്ധ്യാഹാരവരൊക്കെ ഞാൻ കണ്ടിട്ട് വചനത്തിൽ കാണുന്ന പോലെ ഇന്ന് പകൽ ഞങ്ങൾ ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ എന്റെ ദൈവത്തിന് വലിയ പ്രവൃത്തി വെളിപ്പെടുത്തണമേ, എന്റെ ദൈവത്തിന് വലിയ കൃപയോട് ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, കർത്താവോട് അത്ഭുതങ്ങളെ ചെയ്യാൻ പോകുക സ്തോത്രം. കർത്താവ് വഴികളെ തുറക്കാൻ പോകുക സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം. അടുത്ത പ്രാർത്ഥന വിഷയോട് ഓർപ്പിക്കുന്നു. സണ്ണി തോമസ് ആണ്, ബിജു എം ചെറിയാനാണ് പ്രാർത്ഥന വിഷയം അറിയിച്ചിരിക്കുന്നത്. പ്രിയ ബിജു ബ്രദർ അറിയിച്ചിരിക്കുന്ന പ്രാർത്ഥന വിഷയം തന്റെ മോന്റെ എക്സാം ആണ്. ഏറ്റവും നല്ല നിലയിൽ എക്സാം എഴുതുവാനുള്ള ദൈവകൃപ കർത്താവ് ചൊരിയേണ്ടതിനായി നമ്മുടെ വിലയേറിയ പ്രാർത്ഥന ചോദിക്കുന്നു. നമുക്ക് ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവ് നല്ലൊരു വിജയത്തെ കർത്താവ് പ്രിയ മോന്റെ ജീവിതത്തിന്മേൽ സ്വർഗദൈവം നൽകി അനുഗ്രഹിക്കേണ്ടതിനായി, സഹായിക്കേണ്ടതിനായി നമുക്ക് ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പ്രിയ കർത്താവേ, ഈ പ്രഭാതത്തിൽ പ്രിയ ബിജു ബ്രദറിന്റെ മോന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രിയ പൈതല് എക്സാം ഇന്നു മുതലാണല്ലോ. ഏറ്റവും നന്നായ നിലയിൽ എക്സാം എഴുതുവാനുള്ള ദൈവകൃപ കർത്താവെ തന്റെ ജീവിതത്തിന്മേൽ നൽകി അവിടുന്ന് അനുഗ്രഹിച്ചാട്ടെ, സഹായിച്ചാട്ടെ പ്രാർത്ഥിക്കുന്നു. കർത്താവ് അത്ഭുതങ്ങളെ പ്രവർത്തിക്കണമേ. എന്റെ ദൈവത്തിന് വലിയ പ്രവൃത്തി സ്വർഗം ആ എക്സാം ഹോളിൽ അവിടുന്ന് വെളിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.
ശാരീരികമായ ഒരു പ്രയാസങ്ങൾ കൂടാതെ വണ്ണം, മാനസികമായ ഒരു പ്രയാസങ്ങൾ കൂടാതെ വണ്ണം, ഒരു അസ്വസ്ഥതകളും കൂടാതെ വണ്ണം എക്സാം എഴുതുവാൻ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ലൊരു വിജയത്തെ സ്വർഗം പ്രിയ പൈതലെ ജീവിതത്തിന്മേൽ നൽകാൻ പോകുക. സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം. അടുത്ത പ്രാർത്ഥന വിഷയം ഓർപ്പിക്കുന്നു. സൂസൻ എബ്രഹാം ആണ് പ്രാർത്ഥന വിഷയം അറിയിച്ചിരിക്കുന്നത്. സിസ്റ്റർ അറിയിച്ചിരിക്കുന്ന പ്രാർത്ഥന വിഷയം ജോർജിന് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്നാണ് അറിയിച്ചിരിക്കുന്നത്. നമുക്ക് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം. ഞങ്ങളുടെ പ്രിയ കർത്താവേ, ഇവിടെ പ്രാർത്ഥന വിഷയം അറിയിച്ച സൂസനാനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവ് സഹായിക്കണമേ. അങ്ങനെ വലിയ സാന്നിധ്യവും കൃപയും തന്റെ ജീവിതത്തിന്മേൽ അവിടുന്ന് ചൊരിയണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, വിശേഷാൽ പ്രിയ ജോർജ് ചാന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് വലിയ കൃപയോട് ചൊരിയണമേ. ഏത് വിഷയത്തിന്മേലാണോ താൻ ഭാരപ്പെടുന്ന വിഷയത്തിന്മേൽ അവിടുന്ന് പ്രവർത്തിക്കണമേ. ദൈവത്തിന്റെ വലിയ കരുണയും കൃപയും കർത്താവോട് ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, എന്റെ ദൈവത്തിന്റെ വലിയ പ്രവൃത്തികളെ വെളിപ്പെടുന്നത് കാണുവാൻ കർത്താവ് സഹായിച്ചാട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം. അടുത്ത പ്രാർത്ഥന വിഷയം ഓർപ്പിക്കുന്നു. ശാന്തി സിസ്റ്ററാണ് പ്രാർത്ഥന വിഷയം അറിയിച്ചിരിക്കുന്നത്. തന്നെ അറിയിച്ചിരിക്കുന്ന പ്രാർത്ഥന വിഷയം വീടില്ല, വാടക വീട്ടിലാണ് താമസിക്കുന്നത്. അതിൻ്റെതായ ടെൻഷനും പ്രയാസങ്ങളും കടഭാരങ്ങളൊക്കെ ഉണ്ട്. ചില വിഷയങ്ങളുടെ മേൽ താൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു. ഏറ്റവും വേഗത്തിൽ തന്നെ ആ വിഷയത്തിന് മേലെല്ലാം കർത്താവ് തന്റെ പ്രവൃത്തിയെ വെളിപ്പെടുത്തി അനുഗ്രഹിക്കേണ്ടതിനായി സഹായിക്കേണ്ടതിനായി നമ്മുടെ പ്രാർത്ഥന ചോദിക്കുന്നു. നമുക്ക് ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാൻ. ഞാൻ പ്രിയ കർത്താവേ, അങ്ങയുടെ ദാസിയെ ദൈവത്തിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൽപ്പനയാകുന്ന സ്നാനം ഏറ്റവും വേഗം സ്വീകരിച്ച് നിനക്ക് വേണ്ടി ജീവിപ്പാൻ പ്രയോജനപ്പെടുവാൻ സ്വർഗ സഹായിച്ചാട്ട് കർത്താവേ. വീടിനുള്ള എല്ലാ ക്രമീകരണങ്ങളെയും കർത്താവ് ഒരുക്കണമേ. വസ്തുവിനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കണമേ. രഹസ്യമായി പ്രാർത്ഥിക്കുന്ന ഓരോ വിഷയങ്ങളുടെ മേലും എന്റെ ദൈവത്തിന് വലിയ കരുണയോടെ ചൊരിഞ്ഞാട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം. ഈ ലൈവിലുള്ള എല്ലാ പ്രിയമുള്ളവർക്കായി സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നു. ഇന്ന് നമ്മുടെ പ്രഭാത കൂട്ടായ്മയുടെ 250 ദിവസമാണല്ലോ. ഇത്രത്തോളം സഹായിച്ച ദൈവത്തിന് സകല മാനവമോത്വം അർപ്പിക്കുന്നു. പ്രാരംഭ സമയങ്ങളിൽ എൻ്റെ കുടുംബവും കുഞ്ഞുങ്ങളും ഒക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പ്രിയപ്പെട്ടവരാണ്. പരിചയപ്പെടുത്തേണ്ട ഒരാവശ്യവും നിങ്ങളുടെ മുൻപിലില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അവരുടെ ഗാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു, മനോഹരമായ പാട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അത് കാണാഞ്ഞ പക്ഷെ ഇപ്പോൾ ലൈവിലൊക്കെ വന്ന പ്രിയപ്പെട്ടവര് അത് ഈ പ്രോഗ്രാമിന് ശേഷം പിന്നീട് ആ പ്രോഗ്രാം കണ്ടാൽ ആ പാട്ടുകളൊക്കെ നിങ്ങൾക്ക് കേൾക്കാൻ ആസ്വദിക്കാനൊക്കെ സാധിക്കുമെന്ന് ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. സ്തോത്രം. തുറന്ന വാക്യങ്ങൾ വേഗത്തിൽ വായിച്ച് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുവാൻ ദൈവനാമത്തിൽ ആഗ്രഹിക്കുന്നു. സ്തോത്രം. പറയുകയാണ്, നിന്റെ വടിയും കൊലുവിനെ ആശ്വസിപ്പിക്കുന്നു. എന്റെ ശത്രുക്കൾ കാണുക, നീ എനിക്ക് വിരുന്നൊരുക്കുന്നു. എന്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. എന്റെ പാനപാത്രം നിറഞ്ഞു കവിയുന്നു. നന്മയും കരുണയും എന്റെ ആയുഷ്കാലമൊക്കെ എന്നെ പിന്തുടരും. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. സ്തോത്രം. പറയുകയാണ് ഇവിടെ, എന്റെ ശത്രുക്കൾ മുൻപാകെ നീ എനിക്ക് മേശയൊരുക്കുന്നു. അപ്പൊ ശത്രുക്കളെ ഇല്ലായ്മ ചെയ്തിട്ടല്ല, അവരെ നിഗ്രഹിച്ചിട്ടല്ല, മറിച്ച് അവരുടെ മുൻപിൽ ദൈവപ്രവൃത്തി ഉണ്ടെന്ന സങ്കീർത്തനക്കാരൻ ഓർപ്പിച്ചുണർത്തുന്നത്. സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മെ ഇല്ലായ്മ ചെയ്യുവാനും നമ്മെ തകർത്ത് കളയുവാനും ദുഷ്ടപിശാച് കെണികൾ ഒരുക്കും. ദുഷ്ടപിശാച് പല തന്ത്രങ്ങൾ മെനയും. എന്നാൽ അതിന്റെ മധ്യത്തിൽ കർത്താവിന്റെ കൃപ നമുക്കൊപ്പം ചൊരിഞ്ഞ് അവരുടെ മുൻപാകെ നമ്മെ മാനിപ്പാൻ കർത്താവ് ശക്തനാ. സ്തോത്രം. ദാവീദിനോട് ചോദിക്കുക, ദാവീദേ, എന്താ നിനക്ക് പറയാനുള്ളത്? സ്തോത്രം. എന്നെ ഏറ്റവും അധികം എതിർത്ത വ്യക്തിയാ ശൗൽ.
തന്റെ അമ്മായിയപ്പന. എന്നാൽ ആ ശൗലിന്റെ മുൻപാകെ തന്നെ ദൈവം മാനിച്ചു. സ്തോത്രം. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ ഏത് പ്രതികൂലത്തിന്റെയും ഏത് പ്രയാസത്തിന്റെയും മധ്യത്തിൽ നമ്മെ മാനിച്ചുയർത്തുന്ന, നമ്മെ മാനിച്ച് അനുഗ്രഹിക്കുന്ന ഒരു ദൈവം ഇന്നും നമുക്കായി ജീവിക്കുന്നു. ആ നല്ല ദൈവത്തിന് വലിയ കരുണയ്ക്കും കൃപയ്ക്കുമായി നന്ദിയോടെ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യുകയാണ്. ആ നല്ല ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിച്ച് നമ്മുടെ ക്രിസ്തീയ ജീവിതം മുൻപോട്ട് നയിപ്പാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാ സഹായിക്കട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് ഞാൻ വാക്കുകളെ ഇവിടെ ഉപസംഹാരം കുറിക്കുന്നു. നാളെ രാവിലെ 5 മണിക്ക് തന്നെ പ്രഭാത കൂട്ടായ്മ ആരംഭിക്കും. വളരെ പ്രാർത്ഥനയോട് കൂടി നാളെ രാവിലെ തന്നെ എല്ലാവരും ഈ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യണമേ എന്ന് ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. സ്വർഗ്ഗം നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ തലകളെ ദിവസത്തിൽ വണക്കാം. ഞങ്ങളുടെ പ്രിയ കർത്താവേ, പ്രാർത്ഥിച്ചു തുടങ്ങി ഈ സമയം മുതൽ ഇത്രത്തോളം ഞങ്ങളെ അവിടെ അനുഗ്രഹിച്ച് ഞാൻ സ്തോത്രം ചെയ്യുന്നു. വിവിധ പാട്ടുകൾ പാടി അങ്ങനെ മഹത്വപ്പെടുത്താൻ കർത്താവ് സഹായിച്ചുവല്ലോ. അതിനായി കർത്താവെ പ്രിയപ്പെട്ടവരോട് കരങ്ങളെടുത്ത് ഉപയോഗിച്ച് ഞാൻ സ്തോത്രം ചെയ്യുന്നു. കേട്ട വചനങ്ങൾക്ക് സ്തോത്രം ചെയ്യുന്നു. ഏറ്റവും അനുഗ്രഹത്തിന് കാരണമാക്കി കേട്ട വചനങ്ങൾ രൂപാന്തരപ്പെട്ടാണെന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ ലൈവിലായിരിക്കുന്ന എല്ലാ പ്രിയമുള്ളവർക്ക് സ്തോത്രം ചെയ്യുന്നു. ഓരോരുത്തരുടെയും ഹൃദയത്തിലെ വേദനയും ഭാരവും നൊമ്പരങ്ങൾ അറിഞ്ഞു കർത്താവ് പ്രവർത്തിക്കണമേ. പ്രതികൂലങ്ങളുടെ പ്രയാസത്തിന്റെ മധ്യത്തിൽ ഞങ്ങളെ നിലനിർത്തുന്ന ഒരു ദൈവം ഞങ്ങൾക്കായി ഉണ്ടല്ലോ. ആ നല്ല ദൈവത്തിന് വലിയ കാരണം ഞങ്ങളുടെ മേൽ ചൊരിഞ്ഞാട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി വചനം കേൾക്കാനുള്ളവർക്കായി സ്തോത്രം ചെയ്യുന്നു. അവരെയും കർത്താവ് സഹായിച്ചാട്ടെ. ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് വചനങ്ങൾ ആദ്യം നമ്മെ അനുഗ്രഹിക്കട്ടെ. നാളെ രാവിലെ നമുക്ക് വീണ്ടും കാണാം. അതുവരെയും ഇമ്മാനുവേൽ തന്റെ തങ്കച്ചിറകടിയിൽ നമ്മെ ഓരോരുത്തരെയും പൊതിയട്ടെ. ഗോഡ് ബ്ലസ് യു.